മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് ഡൗട്ട്സ് ആണ് വന്നിട്ടുള്ളത്. അത് ക്ലിയർ ചെയ്യുന്ന ഒരു Q&A സെക്ഷൻ ആണ് ഇത്. അപ്പോൾ പോസ്റ്റിൽ കമന്റ് ഇടാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സും പരിഗണിച്ച് തന്നെയാണ് നമ്മൾ ഈ Q&A സെക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കമന്റിലേക്ക് പോകാം. രണ്ടിലും കിട്ടിയിട്ടില്ല, ഫുൾ ടെൻഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് പറയാണ്, ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് സെൽഫ് ഫിനാൻസിങ്ങില് ലാസ്റ്റ് വരെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും അനുസരിച്ചുള്ള ഒരു വീഡിയോ. ദെൻ ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ ലാസ്റ്റ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോ. നിങ്ങൾ ഈ 2 വീഡിയോസ് ചെന്ന് കാണുക. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രയലിലും ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും അലോട്ട്മെന്റ് കിട്ടിയില്ല. കാരണം നിങ്ങളുടെ റാങ്ക് അനുസരിച്ചും ഇൻഡെക്സ് മാർക്ക് കുറവായത് കൊണ്ടുമാണ് അത് കിട്ടാത്തത്. അപ്പോൾ എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളത് ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം LBSന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് കമന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡിൽ കോളേജ് മാറിയില്ല. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതിയോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുണ്ടോ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്? അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഒരേ കോളേജസ് കിട്ടിയ കുട്ടികൾ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷനിലാണോ, ഇപ്പൊ 10ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കോളേജ് കിട്ടിയതെന്ന് വെച്ചോ, 11, 12 ആ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് 9, 8, 7 അങ്ങനെ നിങ്ങൾ വെച്ചിട്ടുള്ള ഹയർ ഓപ്ഷൻസ് ആണ്. ഈ ഹയർ ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ അലോട്ട്മെന്റ് ഫസ്റ്റിലും സെക്കൻഡിലും നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ അതിനെ ഓപ്ഷൻ 1 ആക്കി വെക്കുക. ഇനിയിപ്പോ ആ ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ മാത്രം വെച്ചതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് സ്ലിപ്പ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക, ടോക്കൺ ഫീ അടയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഓൾറെഡി സീറ്റ് സെക്യൂർ ചെയ്തു, ടോക്കൺ ഫീ അടച്ചു. അപ്പോൾ നെക്സ്റ്റ് ഇനി തേർഡ് അലോട്ട്മെന്റിൽ സെയിം കോളേജ് തന്നെ വരാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചേച്ചി, എനിക്ക് സെക്കൻഡിൽ കിട്ടിയ കോളേജ് മതി, പക്ഷേ വെറുതെ തേർഡ് അലോട്ട്മെന്റിലേക്ക് ഗവൺമെന്റ് കോളേജ് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിലേക്ക് വിളിച്ചാൽ ഇപ്പോൾ വിളിച്ച കോളേജ് പോവില്ലല്ലോ, ഇപ്പോൾ കിട്ടിയ കോളേജ് പോകും. കാരണം ഇപ്പോൾ കിട്ടിയ ഒരു കോളേജ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഹയർ ഓപ്ഷൻ ആയിട്ട് ഗവൺമെന്റ് കോളേജിൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന പക്ഷം നിങ്ങൾ വെക്കുവാണ്. എന്നാൽ നിങ്ങൾക്ക് ആ ഗവൺമെന്റ് കോളേജിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഓപ്ഷൻ മാറി വരും. ഒരുപാട് പേർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ എടുത്തു പറയാണ്. ഇത് ഒരുപാട് കമന്റ്സ് ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്കിപ്പോ ഒരു ട്രയലിൽ ഇപ്പോൾ കോളേജ് വന്നിരിക്കാം, അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന കുട്ടികളും ഉണ്ട്, വരാത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്ന കുട്ടികള് ഈ കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ആ കോളേജിനെ ഓപ്ഷൻ 1 ആക്കി വെക്കണം. ഇനി ആ ഓപ്ഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ആയി പോകും. ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. എന്നാൽ മാത്രമേ LBS, അതോടൊപ്പം നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം കേട്ടോ. LBS നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രൊഫൈല് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, ബട്ട് സെക്കൻഡിൽ കിട്ടിയില്ല. എനിക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജ് ഇപ്പോൾ ഓപ്ഷനിൽ കാണുന്നില്ല, അത് എന്തുകൊണ്ടാ? അപ്പോൾ എനിക്ക് ഫസ്റ്റിൽ കിട്ടിയ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ ടോക്കൺ ഫീ ഒക്കെ അടച്ചതാണ്. ഫയലിൽ കോളേജ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ചിലപ്പോൾ ഓപ്ഷൻ നിങ്ങൾ വെച്ചതില് ഇപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത് മതി എന്നതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ 1 ആക്കിയത് വെച്ചിട്ടുണ്ടാകാം. അത് LBS അത് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് അവിടെ സീറ്റ് സെക്യൂർ ചെയ്ത് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞു. അപ്പൊ അവിടെ ആ സീറ്റ് ഉണ്ട്. ചിലപ്പോൾ അത് പ്രൊഫൈലിൽ കാണിക്കാത്തത് LBSന്റെ സൈറ്റ് എററും ഇഷ്യൂസും കാരണമാണ്. അല്ലാതെ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് സെക്യൂർ ആണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, അവിടത്തേക്ക് നിങ്ങൾ
ടോക്കൺ ഫീ അടച്ചു. പക്ഷെ ആ കോളേജ് മതി എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വേറെ കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കോളേജ് മാത്രമേ സീറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കോളേജ് നിങ്ങൾക്ക് സീറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞത് കോംപ്ലിക്കേറ്റ് ആയോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, ടോക്കൺ ഫീ അടച്ചു. സെക്കൻഡിൽ കിട്ടി, പക്ഷെ എനിക്ക് പാരാമെഡിക്കലാണ് ആവശ്യം. അപ്പോൾ ഇനി എന്താ ചെയ്യുക? പാരാമെഡിക്കല് മാത്രം മതി എന്ന കുട്ടികള് നഴ്സിംഗിന് എന്തിനാ ടോക്കൺ ഫീ അടയ്ക്കുന്നത്? നിങ്ങൾ അടയ്ക്കേണ്ട. നിങ്ങൾക്ക് ആ കോഴ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ വേറെ ഒരുപാട് കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് കുറയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങളും എന്തെങ്കിലും നഴ്സിംഗ് കോഴ്സസ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നവരായിരിക്കും. പക്ഷെ അതിന് പ്രശ്നമില്ല. പാരാമെഡിക്കൽ മതി എന്ന് ഉറപ്പിച്ചിട്ടുള്ള കുട്ടികൾ ഇതിനു വേണ്ടി ഇപ്പൊ ഒന്നും ചെയ്യേണ്ട. പാരാമെഡിക്കലിന്റെ ടൈം ആയിട്ടില്ല. ആ ടൈം ആകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചേച്ചി, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡിൽ വേറൊരു കോളേജാണ് കിട്ടിയത്. ഇനി എനിക്ക് ആ ഫസ്റ്റ് കോളേജ് കിട്ടുമോ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ റീസൺ. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്ഷൻ 1 ആക്കി ലോവർ ഓപ്ഷൻസും കളഞ്ഞ് ഹയർ ഓപ്ഷൻസും കളഞ്ഞ് ആ ഒരു ഓപ്ഷൻ മാത്രം വെച്ച് ടോക്കൺ ഫീ അടച്ച് സീറ്റ് സെക്യൂർ ചെയ്ത് എല്ലാ അലോട്ട്മെന്റും കഴിഞ്ഞ് അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതില് വേറെ കോളേജ് കിട്ടിയതിന്റെ റീസൺ ഈ ഓപ്ഷൻ ഫസ്റ്റ് വെച്ചില്ല. അത് മാത്രമല്ല, ഹയർ ഓപ്ഷൻസ് മുകളിൽ കിടക്കുകയും ചെയ്തു. അപ്പോൾ LBS ഹയർ ഓപ്ഷൻസിനെയും കൂടി നിങ്ങളുടെ മാർക്ക് അനുസരിച്ചും റാങ്ക് അനുസരിച്ചും വെരിഫൈ ചെയ്ത് മുകളിലോട്ടുള്ള കോളേജസിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ തിരിച്ച് ഇനി ഇതേ കോളേജ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ, അതായത് ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് തേർഡ് അലോട്ട്മെന്റ് കിട്ടണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അവിടെ തന്നെ സീറ്റ് അങ്ങ് സെക്യൂർ ചെയ്ത് വെക്കാം. പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജും ഫസ്റ്റ് അലോട്ട്മെന്റിൽ വേറെ കോളേജാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് തൊട്ടാണ് പരിഗണിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് പരിഗണിക്കില്ല. അത് നിങ്ങൾ ഓപ്ഷൻ 1 ആക്കി ടോക്കൺ ഫീ അടച്ച് സീറ്റ് സെക്യൂർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ചേച്ചി, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ VNSS കോളേജ് ഓഫ് നഴ്സിംഗ് കിട്ടി. ഞാൻ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഉപാസന കിട്ടി. എനിക്ക് ഉപാസനയിൽ ഇഷ്ടമല്ല, VNSS ആണ് താല്പര്യം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, നിങ്ങൾക്ക് ആ കോളേജ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ 1 ആക്കി നിങ്ങൾ വെക്കേണ്ടതായിരുന്നു. ഇനി ആ കോളേജ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാട്ടോ. അല്ലാതെ ഇനിയിപ്പോ സെക്കൻഡ് അലോട്ട്മെന്റ് മാത്രമേ പരിഗണിക്കുള്ളൂ. നമ്മൾ എല്ലാ വീഡിയോസിനും പറയുന്ന കാര്യമാണ്. നിങ്ങൾ വീഡിയോസ് ആരുടെ വീഡിയോസ് ആണോ കാണുന്നത് അവരുടെ വീഡിയോസ് മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പല കുട്ടികളും വീഡിയോസ് മുഴുവനായിട്ട് കാണാറില്ല. അത് നമുക്ക് വീഡിയോയുടെ ഡ്യൂറേഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റൊക്കെ കുട്ടികൾ കാണുന്നുള്ളൂ. ഉടനെ കമന്റ് ചെയ്തതിന് ശേഷം അവർ അതിൽ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് എന്ന് പറയുന്ന വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് കൂടെ വായിക്കാം. അപ്പോൾ അവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. മാനേജ്മെന്റ് കോട്ട പാരാമെഡിക്കൽ ഒക്കെ എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെ വെക്കേണ്ടത്, അതിന്റെ ടൈം കഴിഞ്ഞോ? പാരാമെഡിക്കലിന്റെ ഒന്നിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല. പാരാമെഡിക്കൽ കോളേജസിന്റെ LBS അപ്രൂവൽ നടക്കുന്നേ ഉള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയും ലെങ്തി വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മുഴുവനായിട്ട് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാണാത്തവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് നമ്മൾ കമന്റ്സ് മാത്രം എടുത്ത് വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ടൈം എടുത്ത് ചെയ്യുന്നത്. ഒരുപാട് കമന്റ്സ് വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പൊ കുറെ പേർക്കൊക്കെ ഞാൻ ഡൗട്ട് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് റിപ്ലൈ കൊടുക്കുന്നതിന് ഒരു പരിധിയും ഉണ്ട് കേട്ടോ. കുറെ പേരുടെ ഡൗട്ട് ആയിരുന്നു അലോട്ട്മെന്റ് മെമ്മോ. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിക്കും കേട്ടോ. നിങ്ങളുടെ സീറ്റ് എല്ലാം സെക്യൂർ ആയതിനു ശേഷം അലോട്ട്മെന്റ് മെമ്മോ പ്രൊഫൈലിൽ കാണിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് ആ സമയത്ത് പ്രിന്റ് എടുത്താൽ മതി. ഈ ഉടനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് ഫീ കൊടുക്കണില്ലല്ലോ, ഫസ്റ്റ് കിട്ടിയ സെയിം കോളേജിൽ കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യണോ ഇനി? എടാ, ടോക്കൺ ഫീ ഒറ്റ തവണ അടച്ചാൽ മതി. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണെങ്കിൽ ഇപ്പോഴും ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടോക്കൺ ഫീ ഒറ്റ തവണ അടച്ചാൽ മതി. പിന്നെ പലരുടെയും ഡൗട്ടാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ആ കിട്ടിയ കോളേജിൽ ഞാൻ ടോക്കൺ ഫീ അടച്ചു, എനിക്കപ്പോൾ ആ സീറ്റ് സെക്യൂർ അല്ലേ?
സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ആണ്. പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറെ കോളേജ് ആണ് കിട്ടണമെങ്കിൽ ആ കോളേജിലെ സീറ്റാണ് അവിടെ സെക്യൂർ ആയി മാറുന്നതും നിങ്ങളുടെ ടോക്കൺ ഫീ അങ്ങോട്ടേക്ക് മാറുന്നതുമായിരിക്കും, ഓട്ടോമാറ്റിക്കലി മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് സേവ് കൊടുക്കണം. എന്നിട്ട് അത് LBS വെരിഫൈ ചെയ്ത് അങ്ങനെയാണ് സീറ്റ് കിട്ടുന്നത്. നമ്മൾ ഇതെല്ലാം വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് വട്ടമായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് എല്ലാവരുടെയും ഡൗട്ട്സും. ചേച്ചി സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് മാറിയില്ല, അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്? ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും ഒരേ കോളേജ് കിട്ടിയവർക്ക് നിങ്ങൾക്ക് ആ കോളേജ് മതി എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ആക്കുക, ബാക്കി ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, ടോക്കൺ ഫീ അടയ്ക്കുക, നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേ കോളേജ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ കോളേജ് വന്നില്ലെന്ന് വരും, പക്ഷേ എന്നാലും നിങ്ങൾക്ക് അവിടെ സീറ്റ് സെക്യൂർ ആയിരിക്കും. അതിനെ പറ്റിയിട്ട് ആരും വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് എന്താണ് സ്പോട്ട് അലോട്ട്മെന്റ്, എന്താണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നുള്ളത്. സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ കോഴ്സ്, അതായത് നിങ്ങളിപ്പോ BSc നഴ്സിംഗ് അഡ്മിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും വാക്കൻസി വരും. ഈ സീറ്റ് വാക്കൻസിക്ക് വേണ്ടിയിട്ട് അത് ഫില്ല് ചെയ്യാനാണ് സ്പോട്ട് അലോട്ട്മെന്റ്. അപ്പൊ സ്പോട്ട് അലോട്ട്മെന്റിൽ എത്ര ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് ഫിനാൻസിങ് ആൻഡ് ഗവൺമെന്റ് സീറ്റ് പ്രഡിക്ഷൻ ചാൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്, അത് ലെവൽ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്പോട്ടിലും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ്. ഏറ്റവും കൂടുതൽ മാർക്ക് അനുസരിച്ചായിരിക്കും സ്പോട്ടിലും അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് എന്താണ് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ്? അത് നീണ്ടുപോകാം. കഴിഞ്ഞ വർഷമൊക്കെ ഒരു 12-13 അലോട്ട്മെന്റോളം നീണ്ടു പോയിട്ടുണ്ട്. അത് സീറ്റ് വാക്കൻസി വരുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സീറ്റ് വാക്കൻസി വരുന്നു? ഈ പാരാമെഡിക്കൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളും ഈ നഴ്സിംഗിന് ജസ്റ്റ് ചുമ്മാ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ഈ പാരാമെഡിക്കൽ കോഴ്സ്, BScയുടെ പാരാമെഡിക്കൽ കോഴ്സ് വരുമ്പം കുറെ കുട്ടികൾ അങ്ങോട്ട് പോകും. ഡിപ്ലോമയുടെ പാരാമെഡിക്കൽ കോഴ്സ് വരുമ്പോൾ കുറെ കുട്ടികൾ അങ്ങോട്ട് പോകും. AMC FNCക്ക് വരുമ്പോൾ കുറെ കുട്ടികൾ അങ്ങോട്ട് പോകും. PNC MAC വരുമ്പോൾ കുറെ കുട്ടികൾ അങ്ങോട്ട് പോകും. GNMന് കുറെ പേര് അങ്ങനെ പോകും. CPASന് കുറെ പേര് അങ്ങനെ പോകും. അതുപോലെ വേറെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. പോളി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇവരെല്ലാവരും ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവസാനം ഓരോരുത്തരും ഓരോ ഫീൽഡ് മാറി മാറി പോകുമ്പോൾ ഇവിടെ വാക്കൻസി വന്നുകൊണ്ടേയിരിക്കും. ആ വാക്കൻസി പിന്നെയും ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നഴ്സിംഗ് മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ OEC അതുപോലെ തന്നെ നമ്മുടെ ഫിഷർമാൻ SC ST കാറ്റഗറി സ്റ്റുഡൻസിന് മാത്രമേ ഫീ കൺസെഷൻ ഉള്ളൂ. പല കുട്ടികളും ജനറൽ കാറ്റഗറിയിലുള്ളവരും ഗവൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീ കൺസെഷൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഇല്ല. നിങ്ങൾക്ക് ഗവൺമെന്റിൽ അവർ പറയുന്ന കോളേജിലെ ഫീ തന്നെയാണ് നിങ്ങൾ കെട്ടേണ്ടി വരുന്നത്. ബാക്കി SC ST കാറ്റഗറി കുട്ടികൾക്കാണ് ഗ്രാൻസ് സ്കോളർഷിപ്പും ബാക്കി അവരുടെ പഠനവും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആയിരിക്കും നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് കോളേജസിൽ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടി നിങ്ങൾ 25,000 rupees ടോക്കൺ ഫീ ആയിട്ട് അടച്ച കുട്ടികൾ ഇനി ഗവൺമെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ടോക്കൺ ഫീ തന്നെ അടയ്ക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാറ്റഗറി ബേസ് ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ SC കുട്ടിക്കാണ് ഇപ്പൊ സെൽഫ് ഫിനാൻസിങ്ങിനാണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ SC കുട്ടിക്ക് ഗവൺമെന്റിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആ കൺസെഷൻ വരും. ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന് ആ കൺസെഷൻ വരില്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാത്ത ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഇനി ടോക്കൺ ഫീ അടയ്ക്കണോ? ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീ അടച്ചു, ഇനി അടുത്ത കോളേജ് കിട്ടി വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കണം? വേണ്ട, ടോക്കൺ ഫീ ഒറ്റ തവണ അടച്ചാൽ മതി. നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ടോക്കൺ ഫീ ഒറ്റ തവണ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. പിന്നെ ഒരുപാട് കുട്ടികൾ പല കോളേജസിന്റെ പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഈ കോളേജ് കൊള്ളാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ കോളേജ് ഡയറക്റ്റ് അന്വേഷിക്കണം. പിന്നെ നിങ്ങൾ പേടിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് LBSന്റെ എല്ലാ കോളേജസും INC അപ്രൂവ്ഡ് കോളേജസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം അതിലുണ്ടാവുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അറ്റ്മോസ്ഫിയർ, ഹോസ്റ്റല്, നിങ്ങളുടെ ട്രാവല്, അതെല്ലാം നോക്കിയിട്ട് നിങ്ങളാണ് സ്വയം വിലയിരുത്തേണ്ടത്. ആ കോളേജ് നമുക്ക് സ്യൂട്ട് ആണോ എന്നുള്ളത്. അത് നമുക്ക് ഒരിക്കലും പുറത്തുനിന്നുള്ള ഒരാൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ കോളേജ് നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിക്കുക. ഓരോ കോളേജിനെയും അന്വേഷിക്കാൻ വേണ്ടി നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ LBSന്റെ പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഡയറക്റ്റ് അന്വേഷിക്കാം. അതായത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിന്റെ കോൺടാക്ട് നമ്പർ കിട്ടും, അവരെ വിളിച്ച് അന്വേഷിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്.
എനിക്ക് കമന്റ് സെക്ഷനിൽ കുറെ ഇഷ്ടപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് പോലെ കുറെ കുട്ടികൾ ഓരോ കമന്റ് സെക്ഷനിൽ താഴെ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മുടെ കമന്റ് സെക്ഷൻ തന്നെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിട്ട് മാറിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നല്ല രീതിയിലുള്ള ഭാവി ഉണ്ടാവുമെന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴേ അവർക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടോക്കൺ ഫീ അടച്ചതിന്റെ റെസിപ്റ്റ് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. അതായത് പല കുട്ടികളും ഒരു 24 അവർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. 24 അവർ എടുക്കും നിങ്ങൾ ചെല്ലാൻ വഴിയാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഓൺലൈനായിട്ട് അടച്ചിട്ട് ശരിയായിട്ടില്ല. അത് സൈറ്റ് എററും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ടാണ്, ഒരുപാട് കുട്ടികൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും മാക്സിമം ചെല്ലാനായിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റെസിപ്റ്റും കയ്യിൽ കിട്ടുമല്ലോ. ബാങ്കിൽ നിന്ന് നമുക്ക് റെസിപ്റ്റ് കിട്ടും. പിന്നെ കുട്ടികൾ ചോദിച്ചതാണ് ഫെഡറൽ ബാങ്കിൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണമോ എന്നുള്ളത്. ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ പോയിട്ട് ഇതിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചെല്ലാൻ്റെ കാര്യങ്ങളെല്ലാം അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. കുറെ പേരുടെ ഡൗട്ട് ആയിരുന്നു പാരാമെഡിക്കലിന്റെ ടൈം വരുന്ന സമയത്ത് പാരാമെഡിക്കലിന് കൊടുക്കാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് പാരാമെഡിക്കലിന് സെപ്പറേറ്റ് ആണ്, കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, ഇപ്പൊ ഫുൾ സെപ്പറേറ്റ് ആണ്, നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ കുറെ പേര് ചോദിച്ച ഒരു കാര്യമാണ്, ഇപ്പൊ നഴ്സിംഗിന് അഡ്മിഷൻ എടുത്തു, ടോക്കൺ ഫീ അടച്ചു, എല്ലാം ചെയ്തു. എന്നിട്ട് പാരാമെഡിക്കൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് പിന്നെ വേറെ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ നഴ്സിംഗിന്റെ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത്, നിങ്ങൾക്ക് നഴ്സിംഗിന്റെ ഫീസ് തിരിച്ചു കിട്ടും. ആ കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ മതി. ടോക്കൺ ഫീ അടച്ച് നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്തോ, പക്ഷെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ മതി. അതിന് മുന്നേ ഒക്കെ തന്നെ പാരാമെഡിക്കലിന്റെ ടൈം വരും കേട്ടോ. നഴ്സിംഗിന് ലാസ്റ്റ് ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഈ ടോക്കൺ ഫീ തിരിച്ചു കിട്ടും. അതായത് LBS വഴി ജോയിൻ ചെയ്ത കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. PNC മാക് ഒന്നും അല്ല. LBS വഴി ജോയിൻ ചെയ്ത കുട്ടികളുടെ ടോക്കൺ ഫീ തിരിച്ചു കിട്ടും. പക്ഷെ ഇതെല്ലാം സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതിന് ടൈം എടുക്കും. അതുപോലെ പല കുട്ടികളും അലോട്ട്മെന്റ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാത്തത് കൊണ്ടാണ് കാണുന്നത്. നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ചില കുട്ടികൾക്ക് ഫസ്റ്റിൽ വന്നു, പല കുട്ടികൾക്ക് എന്നിട്ട് സെക്കൻഡിൽ വന്നില്ല. അത് നിങ്ങൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ LBS വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അത് മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ കോളേജ് അല്ല വേറെ കോളേജ് ഹയർ ഓപ്ഷൻ വേണം എന്നുള്ളവർക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഒരിക്കൽ വന്നവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാർക്ക് നല്ല കുറഞ്ഞ കുട്ടികൾ LBSന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ ബാക്കി PNC മാക്കോ AMC FNCക്ക് നിങ്ങൾക്ക് പിന്നെ ഡിപ്ലോമ ഉണ്ട്, പാരാമെഡിക്കലിന്റെ BSc ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. നിങ്ങളാരും ഹോപ്പ് വിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. ഞാൻ കമന്റ് മൊത്തമായിട്ട് വായിച്ചില്ല, നിങ്ങൾക്കൊരു പൊതുവെ കുറെ അറിവുകൾ പറഞ്ഞു തന്നതാണ്. ഈ കമന്റ് എല്ലാം ഞാൻ വായിച്ചതിന് ശേഷം തന്നെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ കമന്റ് ആയിട്ട് വായിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കറിയുന്ന ഇൻഫർമേഷൻസും നിങ്ങൾ ഈ കമന്റിൽ വരുന്ന കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തും കൊടുക്കുക. നിങ്ങളുടെ കുറേയൊക്കെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.